വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ മുളങ്ങാശ്ശേരിയിൽ സാബു ജീവനൊടുക്കിയ സംഭവത്തിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു. കോൺഗ്രസും CPIM-ഉം ചേർന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ തകർത്തത്. സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട BJP കോടതിയെ സമീപിക്കുമെന്നും നോബിൾ മാത്യു പറഞ്ഞു. സാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് തുടങ്ങിയ സമയത്ത് ഇത് കോൺഗ്രസ്സുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് CPM-കാർ ഭരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇതൊരു വലിയ ദയനീയ സ്ഥിതിയിലേക്ക് തള്ളിയിട്ടു. CPM-കാർ ഇത് ഒരു ദുരന്തമാക്കി മാറ്റി. പോലീസ് കുറ്റകരമായ അനാസ്ഥയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇവിടെ ഇതിനെക്കുറിച്ചൊരു നല്ല അന്വേഷണം നടത്തണം. ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ജനം അറിയണമല്ലോ, സത്യം അറിയണം. അതിനുവേണ്ടിയുള്ള പരിപാടി എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ചെയ്യും. ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ മുതലക്കണ്ണീര് മുടക്കും. അവരാണിത് ഇതിൻ്റെ തുടക്കം കുറിച്ചത്, ഈ നാശത്തിൻ്റെ തുടക്കം കുറിച്ചത്. ഇവർ സർവനാശത്തിലേക്ക് എത്തിച്ചു. ഹൈദരാബാദിൽ പുഷ്പ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ആദ്യ പ്രദർശനത്തിനിടെ ഉണ്ടായ തിരക്കിൽ യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ അന്വേഷണ സംഘം ചോദ്യം